ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഞങ്ങളും ഫ്രണ്ട്സും കൂടിയിട്ട് മദീന മസ്ജിദ് സെൻറ്ററിലോട്ട് പോവാണ്. വേറെ ഒന്നല്ല, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ ഓഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ പോകുന്ന വഴിക്ക് തോന്നിയതാണ് വീഡിയോ എടുക്കുക എന്നുള്ളത്. മുൻകൂട്ടി അങ്ങനെ വീഡിയോ എടുക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെയും ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് റോഡ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വരുന്നത് നോക്കിയിട്ട് ക്രോസ് ചെയ്യാം. പക്ഷേ ഇവിടെ അത് പറ്റില്ല, നമ്മൾ സിഗ്നലിൽ വെയിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ റൂൾസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് കൂടുമ്പോഴാണ് നമ്മുടെ റോഡിൽ സിഗ്നൽ ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ദൂരം പോയിട്ടായിരിക്കും അടുത്ത സിഗ്നൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം, സൈഡ് ഭാഗങ്ങൾ എടുക്കാൻ കാരണം ഒന്നല്ല, എല്ലാവർക്കും കാണാമല്ലോ, നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ നിൽക്കുന്ന സ്ഥലം കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ വലിയ തിരക്കൊന്നും തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യമല്ല, നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മലബാർ ഗോൾഡിലോട്ടാണ് ആദ്യം പോകുന്നത്. പക്ഷെ ഞാനത് വീഡിയോ ഇട്ടിട്ടില്ല. വേറെ ഒന്നല്ല, എന്തായാലും ജ്വല്ലറി അല്ല, അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കണം വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പിൻ്റെ അസുഖം വന്നപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കണ അവിടേക്ക് വന്നു. എല്ലായിടത്തും തിരക്കുണ്ട്. അതുപോലെ തന്നെ നല്ല ഫുഡുകളാണ് എല്ലാത്തിലും. അങ്ങനെ കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് നെയ്പത്തിരി, അതുപോലെ തന്നെ കക്കപ്പത്തിരിയോ അങ്ങനെ എന്തോ സംഭവം, പിന്നെ ബീഫ് ഫ്രൈ ചെയ്ത ബീഫ്, ചിക്കൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ ബട്ടർ നാൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ ഓൾറെഡി കഴിച്ച് നോക്കിയതിന് ശേഷമാണ് ഇതൊക്കെ മേടിച്ചത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് മുന്നേ കഴിച്ചിരുന്നു പറഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസിലാണ് ആൾ പറഞ്ഞത് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ ഫുഡ് എന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ലുലുവിലേക്ക് വന്നു. ഞങ്ങൾക്ക് കുറച്ച് നഗറ്റ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ ബില്ലടിക്കാൻ നല്ല തിരക്കായിരുന്നു, നല്ല ക്യൂ ആയിരുന്നു. അങ്ങനെ ടാക്സി വിളിക്കാൻ നിൽക്കുമ്പോഴാണ് അടുത്ത സംഭവം. നമ്മുടെ 1 ദിർഹത്തിൻ്റെയോ അല്ലെങ്കിൽ 2 ദിർഹം കോയിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പപ്പികളും അതുപോലെ തന്നെ നല്ല ടെഡി ബെയേഴ്സൊക്കെ കിട്ടുമായിരുന്നു. നല്ല അടിപൊളിയാണ്. പക്ഷേ കഴിവനുസരിച്ചേ കിട്ടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഇതുപോലെ കോയിൻ കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ളതാണ്. കുറേ പൈസ ഞാൻ അതുപോലെ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഷാനോട്ടിന് പക്ഷേ ഫസ്റ്റ് ട്രയലോ സെക്കൻഡ് ട്രയലോ കിട്ടി. ചെറിയൊരു ക്യൂട്ട് പപ്പിനെ കിട്ടിയത്. ബാക്കിയൊന്നും എടുക്കാൻ എളുപ്പമായിരുന്നില്ല. ഓൾറെഡി അതിലിങ്ങനെ ജാമായിട്ടിരിക്കുകയെന്നെല്ലാം. നമ്മൾ ടാക്സി വിളിക്കാനായിട്ട് പോവാണ്. നമ്മൾ ടാക്സി വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണത്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാക്സി ഇവിടെ നിന്ന് കൈ കാണിച്ച് വിളിക്കുമ്പോഴത്തേനും അവിടെ നിന്ന് ആരെയിലൊക്കെ കയറിയിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ടാക്സി കിട്ടിയിട്ടും ഇനി പോണ വഴിക്ക് നമുക്ക് ഇഷാൻവിനെയും കൂടിയിട്ട് ഇഷാൻവിനെയും കൂടി നമുക്ക് വിളിക്കണം. കാരണം ഇഷാൻവി ഡാഡിയുടെ കൂടെ പർച്ചേസിങ്ങിന് പുറത്ത് പോയിക്കായിരുന്നു. അപ്പോൾ അവളെയും കൂടി വിളിക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാനായിട്ട്. നമ്മൾ ഇഷാൻവിനെയും കൂട്ടി തിരിച്ച് വന്നിരിക്കുകയാണ്. ഇഷാൻവി ഭയങ്കര വാശിയില്ല, വേറെ ഒന്നല്ല, അവൾക്ക് പനിയാണെന്ന് അവൾ സ്വയം പറയണം. കാരണം അവൾക്ക് മൺഡേ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അവൾ പനിയാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞോരോ വാശി പിടിച്ചിട്ട് വരികയാണ്. നാളെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളിക്കാരുടെ മമ്മി അത്ര സപ്പോർട്ടല്ല സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് എത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.